ഹായ്, BA ഓണേഴ്സ് ലാംഗ്വേജസ് സെമസ്റ്റർ 2 വിദ്യാർത്ഥികൾക്കുള്ള AEC3 അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഫോർ ലിറ്ററേച്ചേഴ്സ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ നമ്പർ 6 ടോട്ടൽ എക്ലിപ്സ് ബൈ ആനി ഡിലറ്റ്. ഈ പാഠത്തിന്റെ സമ്മറി നമുക്കൊന്ന് പരിശോധിക്കാം. വെൽ, ഹിയർ ഈസ് ദ സമ്മറി. ആനി ഡിലറ്റ് ഈസ് an acclaimed American author known for her vivid prose and deep reflections on nature, spirituality and human experience. പേരുകേട്ട ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ് ആനി ഡിലറ്റ്. ഉജ്ജ്വലമായ ഗദ്യത്തിനും പ്രകൃതി, ആത്മീയത, മനുഷ്യാനുഭവം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾക്കും പ്രസിദ്ധമാണ് അവരുടെ രചനകൾ. Her essay Total Eclipse captures her experience of witnessing a total solar eclipse in 1979. 1979 ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം കണ്ടതിന്റെ അനുഭവം അവർ പകർത്തുന്നു തന്റെ ടോട്ടൽ എക്ലിപ്സ് എന്ന ഉപന്യാസത്തിൽ. In this section, Annie Dillard describes her strong urge to leave the place as the eclipse begins. ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആരംഭിക്കുമ്പോൾ അവിടുന്ന് സ്ഥലം വിടാനുള്ള അവരുടെ ശക്തമായ ആഗ്രഹം ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ എഴുത്തുകാരി വിവരിക്കുന്നു. Early in the morning, she sees the sun disappear. അതിരാവിലെ സൂര്യൻ അപ്രത്യക്ഷമാകുന്നത് അവർ കാണുന്നു. It is replaced by a huge black circle that she knows is the moon. ഒരു വലിയ കറുത്ത വൃത്തം വന്ന് അത് ചന്ദ്രനാണെന്ന് അവർക്ക് അറിയാം. സൂര്യനെ മെല്ലെ മറയ്ക്കുന്നു. ഇറ്റ് ഡസന്റ് ലുക്ക് ലൈക്ക് ദ മൂൺ ടു ഹെർ. ഇറ്റ് ലുക്സ് മോർ ലൈക്ക് എ ലെൻസ് കവർ. കാഴ്ചയിൽ അത് ചന്ദ്രനാണെന്ന് അവർക്ക് തോന്നിയില്ല. ഒരു ലെൻസിന്റെ കവർ പോലെ അത് കാണപ്പെട്ടു. സീയിങ് ദ ബ്ലാക്ക് ബോഡി ഫീൽസ് ലൈക്ക് സീയിങ് എ മഷ്റൂം ക്ലൗഡ്. ആ കറുത്ത വൃത്താകാരത്തിലുള്ള സംഗതി കാണുമ്പോൾ ഒരു കൂൺ ആകൃതിയിലുള്ള മേഘം കാണുന്നത് പോലെ തോന്നുന്നു. ഇറ്റ് ഓവർവെൽംസ് ആൻഡ് മേക്സ് എവറിത്തിങ് എൽസ് സീം മീനിങ്ലെസ്. അത് നമ്മുടെ മനസ്സിനെ കീഴടക്കുകയും മറ്റെല്ലാം അർത്ഥശൂന്യമാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഡിലഡ് questions the significance of such events. She suggests that without people, significance doesn't exist. ഇമ്മാതിരി സംഭവങ്ങളുടെ പ്രാധാന്യത്തെ നമ്മുടെ ഡിലഡ് ചോദ്യം ചെയ്യുന്നു. കാരണം കാണാൻ ആളുകളില്ലാതെ ഒരു സംഗതിക്ക് എങ്ങനെയാണ് പ്രാധാന്യം കൈവരുന്നത്? She compares the eclipse to a mushroom cloud. ആ ഗ്രഹണത്തെ ഒരു കൂൺ മേഘത്തോട് അവർ ഉപമിക്കുന്നു. Dillard highlights both fear and the fleeting nature of human concerns. മനുഷ്യ മനസ്സിന്റെ ഭയവും അവന്റെ ആശങ്കകളുടെ ക്ഷണികമായ സ്വഭാവവും ഡിലഡ് ഇവിടെ എടുത്തു കാണിക്കുന്നു. The world under the eclipse's darkness is strange and still. ഗ്രഹണം മൂലമുള്ള അന്ധകാരത്തിൽ അകപ്പെട്ട ലോകം വളരെ വിചിത്രവും നിശ്ചലവുമാണ്. The aftermath feels like devastation. അതിന്റെ അനന്തരഫലങ്ങൾ സർവനാശമായി അനുഭവപ്പെടുന്നു. Dillard criticizes photography for not capturing the full experience of such events. ഇത്തരം സംഭവങ്ങളുടെ മുഴുവൻ ദൃശ്യ അനുഭവവും പകർത്താൻ സാധിക്കാത്ത ഫോട്ടോഗ്രഫിയെ ഡില്ലഡ് വിമർശിക്കുന്നു. She describes how the eclipse transforms familiar landscapes into an alien world. പരിചിതമായ ഭൂപ്രകൃതിയെ ഗ്രഹണം എങ്ങനെ ഒരു അന്യഗ്രഹ ലോകമാക്കി മാറ്റുന്നുവെന്ന് അവർ വിവരിക്കുന്നു. ഡിലഡ് റിഫ്ലക്ട്സ് ഓൺ ദ സ്മോൾനെസ് ഓഫ് ദ സൺസ് വൈറ്റ് റിംഗ്. സൂര്യന്റെ വെളുത്ത വളയം എത്ര ചെറുതാണെന്ന് നമ്മുടെ എഴുത്തുകാരി ചിന്തിക്കുന്നു. She compares it to distant celestial objects like the Crab Nebula. ക്രാബ് നെബ്യൂള പോലെയുള്ള വിദൂര ആകാശ വസ്തുക്കളുമായി അവർ അതിനെ താരതമ്യം ചെയ്യുന്നു. ഈ ക്രാബ് നെബ്യൂള എന്ന് പറയുന്നത് അങ്ങ് പണ്ട് 1054 ഒരു സൂപ്പർ നോവയിൽ തകരാനിടയായ ഒരു ഭീമൻ നക്ഷത്രത്തിന്റെ അവശിഷ്ടമാണ്. She thinks about the fleeting nature of memory and the human connection to the past.
ഓർമ്മയുടെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും ഭൂതകാലവുമായുള്ള മനുഷ്യബന്ധത്തെക്കുറിച്ചും അവൾ ചിന്തിക്കുന്നു. ദി എക്ലിപ്സ് makes her think about the fragility of life and the enduring mysteries of existence. ജീവിതത്തിന്റെ ദുർബലതയെക്കുറിച്ചും അസ്തിത്വത്തിന്റെ ഒടുങ്ങാത്ത നിഗൂഢതകളെക്കുറിച്ചും ചിന്തിക്കാൻ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം അവരെ പ്രേരിപ്പിക്കുന്നു. The text shows how nature's power makes us feel small and reflect on life's mystery. നമ്മുടെ ഈ പ്രകൃതിയുടെ ശക്തി കാണുമ്പോൾ നാം എത്ര ചെറുതാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നതും ജീവിതത്തിന്റെ നിഗൂഢതയെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നത് എങ്ങനെയെന്നും ഈ പാഠഭാഗം നമുക്ക് കാണിച്ചു തരുന്നു. ഇറ്റ് ടെൽസ് us about the transformative power of natural phenomena. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുടെ പരിവർത്തന ശക്തിയെക്കുറിച്ച് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. Total eclipse also fosters a deeper appreciation for the universe's mysteries and our place within it. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെക്കുറിച്ചും അതിനുള്ളിലെ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചും ആഴത്തിലുള്ള വിലയിരുത്തൽ നടത്താൻ ഈ ടോട്ടൽ എക്ലിപ്സ് എന്ന പാഠം നമ്മെ സഹായിക്കുന്നു. ഇതാണ് സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. I will see you soon with another video. Until then, bye-bye.